നമ്മൾ ഇന്നലെ വരെ നോക്കിയത് സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫിനോമിനൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ പിന്നെ സർക്കുലർ മോഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സും അതുപോലെ ഹാങ്ങിങ് ഓഫ് റോഡ്സ് റെയിൽസ് അതുപോലെയുള്ള ഫിനോമിനൻസുമാണ് പഠിച്ചത്. ഇനി നമ്മൾ അടുത്തതായിട്ട് റൊട്ടേഷൻ മോഷനിലേക്ക് കിടക്കുകയാണ്. റൊട്ടേഷൻ മോഷൻ പറ്റി പറയുമ്പോൾ അത് റൊട്ടേഷൻ മോഷൻ പൊതുവെ റിജിഡ് ബോഡീസിലാണ് സംഭവിക്കുക. അപ്പോൾ എന്താണ് റിജിഡ് ബോഡീസ് എന്ന് നമ്മൾ ആദ്യം അറിയണം. റിജിഡ് ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ റിജിഡ് ആയിട്ടുള്ള ബോഡീസ്, അതായത് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാത്ത ആ ഒരു വസ്തുവിൻ്റെ സൈസ് ഷേപ്പ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അത്തരം വസ്തുക്കൾ നമുക്ക് റിജിഡ് ബോഡീസ് എന്ന് പറയാം. ഓക്കെ, റിജിഡ് അല്ലാത്ത ബോഡീസ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സൈസും ഷേപ്പും ചേഞ്ച് ചെയ്യും. ഉദാഹരണമായിട്ട് ഒരു റബ്ബറിൻ്റെ ഷീറ്റോ ബ്ലോക്കോ അതൊക്കെ എടുത്തിട്ട് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസും ഷേപ്പും ചേഞ്ച് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നനഞ്ഞിരിക്കുന്ന ക്ലേ അതുപോലെയുള്ള വസ്തുക്കൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ സൈസ് ഷേപ്പും ചേഞ്ച് ചെയ്യും. അതേസമയത്ത് നല്ല ഉറപ്പുള്ള ഒരു പാറക്കല്ല്, കരിങ്കല്ല് അല്ലെങ്കിൽ കോൺക്രീറ്റ് പോലെയുള്ള വസ്തുക്കൾ നമ്മൾ എടുത്തിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഷേപ്പും ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഇത്തരം വസ്തുക്കൾ നമ്മൾ റിജിഡ് ബോഡീസ് എന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് കൂട്ടാം. അപ്പോൾ എന്താണ് റിജിഡ് ബോഡീസ്? എ റിജിഡ് ബോഡി ഈസ് എ ബോഡി ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് സൈസ് ഓർ ഷേപ്പ് അണ്ടർ ദ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷനിൽ സൈസ് ഷേപ്പ് ചേഞ്ച് ചെയ്യാത്ത തരം വസ്തുക്കളെയാണ് നമ്മൾ റിജിഡ് ബോഡീസ് എന്ന് പറയാം. അപ്പോൾ റിജിഡ് ബോഡീസിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാ വസ്തുക്കളും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ടാണ് വലിയ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ റിജിഡ് ബോഡീസ് ആണെങ്കിൽ കുറേ പാർട്ടിക്കിൾസ് ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ റിജിഡ് ബോഡീസിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് ഷേപ്പും ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. ആ പാർട്ടിക്കിൾസ് ഇനീഷ്യലി ഏത് സ്റ്റേറ്റിലാണോ അല്ലെങ്കിൽ ഏത് ഡിസ്റ്റൻസിലാണോ അതേ ഡിസ്റ്റൻസിലായിരിക്കും പിന്നീട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടാവും. അതാണ് റിജിഡ് ബോഡീസിലെ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത. പക്ഷേ ഇതൊരു ഐഡിയൽ കണ്ടീഷനാണോ? ഇതൊരു ഐഡിയൽ കണ്ടീഷനാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ റിയൽ ലൈഫിൽ ഇത്തരത്തിൽ റിജിഡ് ബോഡീസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കോൺക്രീറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മളൊരു ബിൽഡിങ്ങിൽ ഒരാൾ കയറി നിൽക്കുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. പക്ഷേ അതിലൊരു വളരെ വെയിറ്റുള്ള ഒരു വസ്തു, ഒരു ആനയുടെ വെയിറ്റ് ഉള്ളതോ അല്ലെങ്കിൽ അതിനേക്കാളും വെയിറ്റ് ഉള്ളതോ ഒരു വസ്തു എടുത്ത് വെക്കുകയാണ്, ആ ബിൽഡിങ്ങിന് ചെറിയ ടൈപ്പിൽ ബെൻഡിങ് സംഭവിക്കും. ഓക്കെ, മൈന്യൂട്ടായിട്ടുള്ള ബെൻഡിങ് ആയിരിക്കും, അത് നമുക്ക് ചിലപ്പോൾ അറിയാനും പോലും പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ബെൻഡിങ് എടുക്കും. പക്ഷേ എന്നാൽ പോലും നമ്മളതിനെ റിയൽ ലൈഫിൽ റിജിഡ് ബോഡി എന്നാണ് വിളിക്കുക. കാരണം എന്താ, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് അതിൽ സൈസും ഷേപ്പും ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് റിയൽ ലൈഫിൽ റിജിഡ് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി റിജിഡ് ബോഡിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് റിജിഡ് ബോഡീസും അതുപോലെ റൊട്ടേഷൻ മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസാണ് നമുക്ക്, ഫിസിക്കൽ ടേംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ലീനിയർ മോഷനിൽ നമ്മൾ കുറേ ടേംസ് പഠിക്കുന്നുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിക്കുന്നുണ്ട്. വെലോസിറ്റി, ആക്സലറേഷൻ അതുപോലെയുള്ള കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിക്കുന്നുണ്ട്. അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷൻ മോഷനിലും ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്, ഫിസിക്കൽ ടേംസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി വെലോസിറ്റിയും ആക്സലറേഷനും ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ തരത്തിലുള്ള ടേംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ഇനേർഷ്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ലീനിയർ മോഷനിൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. അതായത് ഒരു വസ്തുവിന് സ്വന്തമായിട്ട് അതിൻ്റെ സൈസോ ഷേപ്പോ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. അത് അല്ലെങ്കിൽ വസ്തുവിന് സ്വന്തമായിട്ട് മൂവ് ചെയ്യാനുള്ള കഴിവില്ല. അതിനെയാണ് നമ്മൾ ലീനിയർ മോഷനിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് മൂവ് ചെയ്യാനോ സ്വന്തമായിട്ട് റെസ്റ്റിലേക്ക് പോകാനോ ഉള്ള കഴിവില്ല. ആ ഒരു കഴിവില്ലായ്മയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനി റൊട്ടേഷൻ മോഷനിൽ എന്തായിരിക്കും ഇനേർഷ്യ? റൊട്ടേഷൻ മോഷനിൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ മോഷനിലെ ഒരു വസ്തുവിന് സ്വന്തമായിട്ട് അതിൻ്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ എന്ത് പറയാം,
റൊട്ടേഷൻ ഇനേഷ്യ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദ പ്രോപ്പർട്ടി ഓഫ് എൻ ഒബ്ജക്റ്റ് ടു റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ ഈസ് കോൾഡ് റൊട്ടേഷൻ ഇനേഷ്യ ഓർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അതായത് റൊട്ടേഷൻ ഇനേഷ്യ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷൻ മോഷനിൽ ഇനേഷ്യനാണ് നമ്മൾ റൊട്ടേഷൻ ഇനേഷ്യ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ റൊട്ടേഷൻ ഇനേഷ്യ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒബ്ജക്റ്റിന് സ്വന്തമായിട്ട് റൊട്ടേഷൻ മോഷന് റെസിസ്റ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഉള്ള കഴിവില്ലായ്മയാണ് നമ്മളെന്ത് പറയുന്നത് റൊട്ടേഷൻ ഇനേഷ്യ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. When a body rotating about a fixed axis, the opposition to its motion depends on mass and distribution of mass about the axis of rotation. ഒരു ബോഡി ഒരു ഫിക്സഡ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിക്ക് സ്വന്തമായിട്ടുള്ള അത് ചേഞ്ച് ചെയ്യാനുള്ള അതിൻ്റെ റൊട്ടേഷനെയോ റെസ്റ്റിനെയോ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ പെട്ടെന്ന് പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാനോ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആ വസ്തുവിൻ്റെ മാസിനെ ആയിരിക്കും. അതുപോലെ അതിൻ്റെ ആക്സിസ് നിന്ന് ഉള്ള മാസിൻ്റെ മാസിനെയും ആ വസ്തുവിൻ്റെ മാസിനെയും അതുപോലെ അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ആ വസ്തുവിലെ മൊത്തം മാസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൂടി കണക്കാക്കി എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ഈ റൊട്ടേഷൻ ഇനേഷ്യന് അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യന് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക? നമുക്ക് ഈ ഇക്വേഷൻ വൈസ് എങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക? അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പാർട്ടിക്കിൾ അബൌട്ട് എ ഗിവൺ ആക്സിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബോഡി ഫ്രം ദ ആക്സിസ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ്. ഒരു വസ്തുവിൽ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിനെ സംബന്ധിച്ചുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിൻ്റെ മാസ് എത്രയാണെന്ന് നോക്കുക. അതുപോലെ ആ പാർട്ടിക്കിള് ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസിലാണെന്ന് നോക്കുക. ഈ രണ്ട് ക്വാണ്ടിറ്റീസും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ത് കണ്ടുപിടിക്കാം? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആക്സിസിനെ സംബന്ധിച്ചിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു വസ്തു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ഒരു പർട്ടിക്കുലർ ആക്സിസിനെ സംബന്ധിച്ചുള്ള ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ആക്സിസ് നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം, അതുപോലെ ആ വസ്തുവിൻ്റെ മാസ്. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വസ്തുവിൻ്റെ മാസ് എമ്മോ ആ ദൂരം എന്ന് പറയുന്നത് ആറും ആണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെ നമ്മൾ ഐ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട്, ക്യാപിറ്റൽ ലെറ്റർ ഐ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, എം ഇൻറ്റു ആർ സ്ക്വയർ, അതായത് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഇനി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ബോഡി, പിന്നെ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് ഓഫ് റൊട്ടേഷൻ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബോഡിനെയും പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഒരു വസ്തുവിൻ്റെ മാസിനെയും അതുപോലെ ഒരു വസ്തുവിന് ആക്സിസിന് ചുറ്റുമുള്ള മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയും രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അത് നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് പോയിൻ്റ് വൈസ് ആയിട്ട് ഇവിടെ പറയുന്നതേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഒരു റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? നമ്മൾ ഒരു മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് പർട്ടിക്കുലർ പാർട്ടിക്കിളിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഒരു റിജിഡ് ബോഡി, ഇപ്പോൾ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, ഒരു റിജിഡ് ബോഡി ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പർട്ടിക്കുലർ ആക്സിസ് നിന്ന് ആ റിജിഡ് ബോഡിക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിജിഡ് ബോഡി ഒരുപാട് പാർട്ടിക്കിൾസ് ചേർന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ
M1, M2, M3 എന്ന് പറയുന്ന ഒരുപാട് പാർട്ടിക്കിൾ ചേർന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ M1 എന്ന് പറയുന്ന പാർട്ടിക്കിളിന് M1 എന്ന് പറയുന്ന മാസമാണ്, രണ്ടാമത്തെ പാർട്ടിക്കിളിന് M2 എന്ന് പറയുന്ന മാസമാണ്, മൂന്നാമത്തെ പാർട്ടിക്കിളിന് M3 എന്ന് പറയുന്ന മാസമാണ്. ഓരോ പാർട്ടിക്കിളും R1, R2, R3 എന്ന് പറയുന്ന ഡിസ്റ്റൻസുകളിലാണ് ഇരിക്കുന്നത്. M1 എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ആക്സിസ് എന്ന്, R1 ഡിസ്റ്റൻസിൽ, M2 എന്ന് പറയുന്നത് R2 ഡിസ്റ്റൻസിൽ, M3 എന്ന് പറയുന്നത് R3 ഡിസ്റ്റൻസിലും ആണുള്ളതെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, നേരത്തെ പറഞ്ഞ പോലെ ഓരോ പാർട്ടിക്കിളിൻ്റെയും ഇൻഡിവിജ്വൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതായത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ M1 എബൌട്ട് AB എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു M1 R1 സ്ക്വയർ ആയിരിക്കും. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് M2 എബൌട്ട് AB M2 R2 സ്ക്വയർ ആയിരിക്കും. അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് M3 എബൌട്ട് AB M3 R3 സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് Mn, അതായത് nth പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് AB എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ മാസ് Mn-ഉം ഡിസ്റ്റൻസ് Rn-ഉം ആണെങ്കിൽ നമുക്ക് പറയാം Mn Rn സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ബോഡിയുടെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിൻ്റെ ഒക്കെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ സമ്മായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിജിഡ് ബോഡി I ഈസ് ഈക്വൽ ടു M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ പ്ലസ് M3 R3 സ്ക്വയർ പ്ലസ് എക്സെട്ര Mn Rn സ്ക്വയർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം സമ്മേഷൻ്റെ ടേംസിലെടുത്ത് ഇതിൻ്റെ ടോട്ടൽ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം I ഈസ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n M1 R1 സ്ക്വയർ. 1 മുതൽ n വരെയുള്ള പാർട്ടിക്കിൾ എടുത്തിട്ട് M1 R1 സ്ക്വയറിന് സമ്മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിജിഡ് ബോഡിയുടെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റിയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ, the radius of gyration is the distance from the axis of rotation to the point at which entire mass of the body is assumed to be concentrated so that the moment of inertia will be equal to moment of inertia of the actual body. അപ്പോൾ ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന വസ്തുവിനുണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിസ്, ഒരു പർട്ടിക്കുലർ ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വസ്തു റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു വസ്തുവിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ മൊത്തത്തിലുള്ള മാസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുകയും ആ പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസിന് നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. If m is the total mass of the body and k is the radius of gyration of the body about the axis of rotation, then moment of inertia is given by radius of gyration കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് moment of inertia കണ്ടുപിടിക്കാൻ പറ്റും. m ആണ് ഒരു വസ്തുവിൻ്റെ ടോട്ടൽ മാസും k ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്കിൽ ആ വസ്തുവിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു MK സ്ക്വയർ ആയിരിക്കും. നേരത്തെ പോലെ നമ്മൾ സമ്മേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം. I ഈസ് ഈക്വൽ ടു MK സ്ക്വയർ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് K ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് I ഡിവൈഡ് ബൈ M ആയിരിക്കും. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് I ഡിവൈഡ് ബൈ M ആയിരിക്കും റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ദ SI യൂണിറ്റ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് മീറ്റർ. നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആയിരിക്കും റേഡിയസ് ഓഫ് ഗൈറേഷൻ, അത് മീറ്റർ ആണ്. ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ റേഡിയസ് ഓഫ് ഗൈറേഷൻ രണ്ട് തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്നെന്ന് പറയുന്നത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഫ്രോം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന മാസിനുള്ള ഡിസ്ട്രിബ്യൂഷൻ. അടുത്തായിട്ട് ദ പൊസിഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ പൊസിഷനും അതുപോലെ ഡയറക്ഷനും, ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ പൊസിഷനും ഡയറക്ഷനും, ഈ രണ്ട് ക്വാണ്ടിറ്റീസുമായിട്ടാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് തിയറംസ് ആണ്. എങ്ങനെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഒരു വസ്തുവിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക എന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് തിയറംസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ തിയറമാണ് പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. രണ്ടാമത്തെ തിയറമാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ എന്താണ് പാരലൽ ആക്സിസ് തിയറം? പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ of any rigid body about a given axis is equal to the sum of its moment of inertia about a parallel axis passing through the center of gravity and the product of the mass of the body and the square of the distance between the axis. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. ഫിഗറിൽ രണ്ട് തരത്തിലുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ആക്സസിൻ്റെ പ്രത്യേകത അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെയാണ് പോകുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ മാസം മുഴുവൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുക. അതുപോലെ പിന്നെ വേറൊരു ആക്സസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് വിട്ട് നിന്നിട്ടൊരു വേറൊരു ആക്സസ് അവിടെ നിന്ന് ഒരു ഡിസ്റ്റൻസിൽ വേറൊരു ആക്സസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആക്സസ് AB എന്നാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ പാസ് ചെയ്യുന്ന ആക്സസ് CD എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ വസ്തുവിൻ്റെ മാസ് M ആണ്. ഇനി ഈ ആക്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു അത് A ആണ്. സ്മോൾ ലെറ്റർ A ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ AB എന്ന് പറയുന്ന ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം പറയുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിജിഡ് ബോഡി അബൌട്ട് എ ഗിവൺ ആക്സിസ്. അബൌട്ട് എ ഗിവൺ ആക്സിസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്സിസ് AB എന്ന് പറയുന്ന ആക്സിസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അതെന്ന് പറയുന്നത് എന്തിൻ്റെയോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ സമ്മാണ് എബൌട്ട് എ പാരലൽ ആക്സിസ്. അതായത് പാരലൽ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ഇതിന് പാരലായിട്ട് ഒരു ആക്സിസ്, ഈ രണ്ട് ആക്സിസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആക്സിസും പാരലാണ്. ആ പാരലൽ ആക്സിസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കണം. ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ്. മാസിൻ്റെ പ്രൊഡക്റ്റിനും ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിൻ്റെയും രണ്ടിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും അതുപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ രണ്ടിൻ്റെയും സമ്മിന് തുല്യമായിരിക്കും ഇതിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ IG, ക്യാപിറ്റൽ ലെറ്റർ IG-യും അതുപോലെ വസ്തുവിൻ്റെ മാസ് M, ആ ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് A ആണെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I = IG + MA² എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് തിയറം ഓൺ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയിലെ രണ്ടാമത്തെ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആക്സിസ് നേരത്തെ നമ്മൾ പാരലൽ ആക്സിസ് തിയറമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ആക്സിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ്സ് ദ സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന. ഇവിടെ നമ്മൾ ഒരു പ്ലെയിൻ ലാമിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു വസ്തുവിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലെയിൻ ലാമിന about two mutually perpendicular axes in its plane is equal to the moment of inertia about a perpendicular axis passing through the intersection of the first two axes. അതായത് നമ്മളൊരു പ്ലെയിൻ ലാമിനെ കൺസിഡർ ചെയ്തിട്ട് അവിടെ രണ്ട് തരത്തിലുള്ള ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ആക്സിസ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞിട്ടും വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് ആക്സിസിലായിട്ട് മൂന്ന് ആക്സിസ് XYZ 3 ആക്സിസ് ഉണ്ട്. അതിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള XY എന്ന് പറയുന്ന രണ്ട് ആക്സിസിലായിട്ട് കൺസിഡർ ചെയ്യുക. എക്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ IXും വൈയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ IYയും ആണെങ്കിൽ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് I = IX + IY ആയിരിക്കും. പ്ലെയിൻ ലാമിനേൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് IX + IY ആയിരിക്കും. അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒരു വസ്തുവിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് പോയിൻറ്റ്സ് അല്ലെങ്കിൽ പോയിൻ്റ് മാസസ് ചേർന്നിട്ട് ഒരു വസ്തു ഉള്ളതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു.
അപ്പോൾ അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ പോയിന്റ്സ് ചേർന്നിട്ടാണ് ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് കൺസിഡർ എ സ്മോൾ എലമെൻറ്റ് ഓഫ് എ ബോഡി of mass dm at perpendicular distance r from the axis of rotation. അപ്പോൾ നമുക്കൊരു വസ്തു ഉണ്ട്, ആ വസ്തുവിൽ ഒരു ചെറിയ എലമെൻറ്റ് ഓഫ് മാസ് ഡി എം, ചെറിയൊരു പോയിൻ്റ് മാസ് ഡി എം എന്ന് പറയുന്ന പോയിൻ്റ് മാസ് എടുക്കുകയാണ്. അത് ആക്സിസ് ഓഫ് റൊട്ടേഷന് ഒരു ആറ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എലമെൻറ്റ് അബൌട്ട് ദ ഗിവൺ ആക്സിസ്, ഈ ഒരു എലമെൻറ്റ് ഡി എം എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് പറയാൻ പറ്റും ഡി എൽ ഈസ് ഈക്വൽ ടു ഡി എം എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് പറയാൻ പറ്റും ഡി ഐ ഈസ് ഈക്വൽ ടു, അതായത് സ്മോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യന് ഡി ഐ എന്ന് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഡി ഐ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഡി എം എന്ന് പറയാം. ആർ സ്ക്വയർ നേരത്തെ നമ്മൾ പറയുന്നത് മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, ഓക്കെ, ആർ സ്ക്വയർ ഡി എം എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിജിഡ് ബോഡി അബൌട്ട് ദ ഗിവൺ ആക്സിസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദ എബോവ് ഇക്വേഷൻ അവർ അപ്രോപ്രിയേറ്റ് ലിമിറ്റ്സ് ടു കവർ ദ ഹോൾ ബോഡി. അതായത് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഈ ഒരു സ്മോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെ ടോട്ടലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സിമ്പിളാണ്. ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഹോൾ ബോഡി കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ ലീനിയർ മോഷനിൽ പഠിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയിൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടോർക്ക്? ടോർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ടോർക്ക് എന്ന് പറയുന്നത് അതൊരു ഇക്വേഷൻ രൂപത്തിലാണ് പറയുന്നത്. ടോർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ എന്ന് പറയും. അപ്പോൾ എഫ് ആണ് അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും അതുപോലെ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പെർപെൻഡിക്കുലർ ലൈൻ ഓഫ് ആക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ആണെങ്കിൽ നമുക്ക് ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ എന്ന് പറയാൻ പറ്റും. ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ ആണ്. പിന്നെ എസ് ഐ യൂണിറ്റ് ഓഫ് ടോർക്ക് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. എഫ് ഇൻറ്റു ആർ എന്ന് വെച്ചാൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അതുപോലെ ആറിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എൻ ഇൻറ്റു സ്മോൾ ലെറ്റർ എം എന്ന് പറയാം. ടോർക്ക് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആംഗിൾ between the force and the line joining the point of application of the force and the axis of rotation. Torque എന്ന് പറയുന്നത് also depends upon the torque എന്ന് പറയുന്നത് it also depends upon the angle between torque also depends upon the angle between the force and the line joining the point of application of the force and the axis of rotation. ടോർക്ക് എന്ന് പറയുന്നത് ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനും അതുപോലെ ഫോഴ്സ് ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനും അതുപോലെ അവിടുത്തെ ലൈൻ ഓഫ് ആക്ഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളുമായിട്ട് കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്, അതായത് ഫോഴ്സും ഈ ഡിസ്റ്റൻസും തമ്മിലുള്ള മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആണെങ്കിൽ നമുക്ക് പറയാം ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എഫ് ആർ സൈൻ തീറ്റ എന്ന് പറയും. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എഫ് ആർ സൈൻ തീറ്റ, അതാണ് ടോർക്കിൻ്റെ യഥാർത്ഥ ഇക്വേഷൻ. എഫ് ഇൻറ്റു ആർ എന്ന് പറയുമെങ്കിൽ തീറ്റ ആംഗിൾ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ടോർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ടോർക്കിൽ കുറച്ച് അറിയപ്പെടേണ്ട ക്വാണ്ടിറ്റീസാണ്. നമ്മൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എഫ് ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആയിരിക്കുമ്പോൾ എന്തായിരിക്കും?
സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് പറയാം ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ ആയിരിക്കും. അത് ഒരു മാക്സിമം ടോർക്ക് ആയിരിക്കും. അതായിരിക്കും വസ്തുവിൽ അപ്ലൈ ചെയ്യുന്ന മാക്സിമം ടോർക്ക്. ടോ മാക്സിമം ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ എന്ന് പറയാം. അതുപോലെ മിനിമം ടോർക്ക് എപ്പോഴാണ് അപ്ലൈ ചെയ്യുക? മിനിമം ടോർക്ക് എന്ന് പറയുന്നത് തീറ്റ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ തീറ്റ 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് 0 ആവും. ടോ അപ്പോൾ നമുക്കൊരു മിനിമം ടോർക്കാണ് കിട്ടും. അതിന് ടോ മിനിമം എന്ന് പറയും. അത് 0 ആയിരിക്കും. ഇനി ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ ഇക്വലൻ്റ് ഓഫ് ഫോഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞു ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. വി ക്യാൻ റിലേറ്റ് ദ ടോർക്ക് ഓൺ എ റിജിഡ് ബോഡി ടു ദ ആംഗുലർ ആക്സിലറേഷൻ. ആംഗുലർ ആക്സിലറേഷനായിട്ട് ടോർക്കിനെ ബന്ധപ്പെടുത്താൻ പറ്റും. നമുക്കറിയാം ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ ആണ്. ന്യൂട്ടൻ്റെ ലോ അനുസരിച്ച് എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ടോ ഈസ് ഈക്വൽ ടു എം എ ഇൻറ്റു ആർ. എഫിന് എം എ കൊടുക്കുക. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു എം എ ഇൻറ്റു ആർ. അപ്പോൾ ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിസ് ആൻഡ് ആംഗുലർ ആക്സിസ് ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ ഈസ് ഗിവൺ ബൈ. ലീനിയർ ആക്സിലറേഷനും അതുപോലെ ആംഗുലർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നേരത്തെ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ ആണ്. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു എം എ ആറിൽ എക്ക് ആർ ഇൻറ്റു ആൽഫ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ടോ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. അതല്ലെങ്കിൽ എം ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ്. എം ആർ സ്ക്വയർ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. അതിന് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയും. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ എന്ന് പറയും. ഇനി അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത്. ആംഗുലർ മൊമെൻ്റ് ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ദ ആംഗുലർ വെലോസിറ്റി. ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ ഒരു പ്രത്യേകതയാണ് ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ആൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ദ ആംഗുലർ വെലോസിറ്റി. ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റിയുടെയും അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത്. ആംഗുലർ മൊമെൻ്റ് എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ എന്ന് പറയും. ദ ആംഗുലർ മൊമെൻ്റ് ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി പ്ലേസ് ദ സെയിം റോൾ ആസ് ദ മൊമെൻ്റം ഇൻ ദ ലീനിയർ മോഷൻ. ലീനിയർ മോഷനിൽ അതേ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ആംഗുലർ മൊമെൻ്റവും കാണിക്കുന്നത്. ദ എസ് ഐ യൂണിറ്റ് ഓഫ് ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് ജൂൾ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഇനി അടുത്ത ഒരു നമുക്കറിയാം ലീനിയർ മോഷനിൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റും ഉണ്ട്, അതുപോലെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റും ഉണ്ട്. അപ്പോൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ സിസ്റ്റം ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ലീനിയർ മൊമെൻ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ ലീനിയർ മൊമെൻ്റത്തിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റത്തിലും ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ. അപ്പോൾ ഇവിടെ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ടോർക്കാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ എ സിസ്റ്റം ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. The angular momentum of the system will be conserved if the net external torque on the system is 0. If I be the moment of inertia of a body about a given axis of rotation and omega be its angular momentum. I ആണ് moment of inertia, പിന്നെ omega ആണ് angular velocity എങ്കിൽ നമുക്ക് പറയാം L is equal to I into omega. അത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് L equal to I omega എന്നറിയാം. അത് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കാര്യത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത്.